സംസ്ഥാനത്ത് SLC ഫലം പ്രഖ്യാപിച്ചു. 4,25,563 പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. വിജയശതമാനം 99.69%. ഏറ്റവും ഉയർന്ന വിജയം കോട്ടയം റവന്യൂ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലുമാണ്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ അപേക്ഷ നൽകാം. സർട്ടിഫിക്കറ്റ് ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ക്ഷമിക്കണം, ടിൻഡുദാസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ടിൻഡു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫലം പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഫലം വിജയശതമാനം ഉയർന്നിരിക്കുകയാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. എന്തൊക്കെയാണ് പൂർണ്ണ വിവരങ്ങൾ? ദൃശ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് ഇവിടെ എത്തി വിദ്യാർത്ഥികളുമായി സന്തോഷം പങ്കുവച്ചിട്ടാണ് മടങ്ങിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുമ്പെയാണ് ഇത്തവണ ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2,970 സെന്ററുകളിലായി 4,27,153 പേർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ വർഷം 99.69% വിജയശതമാനം. ഇവിടെ അല്പസമയം മുമ്പ് കോട്ടൺ സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി എത്തി ഈ വിജയികളുമായിട്ട് മധുരം പങ്കുവച്ചതിന് ശേഷമാണ് പോയത്. കോട്ടൺ ഹിൽ സ്കൂൾ പരിസരത്ത് നിന്നാണ് ചേരുന്നത്. ഒരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. മോളെ, എന്താ പേര്? നന്ദന. എത്ര മാർക്ക്? ഇനി അങ്ങോട്ട് എന്താ തീരുമാനം? ഇനി സയൻസ് എടുക്കണം, പഠിക്കണം, ഇതേ ഒരിത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്താവാൻ ആഗ്രഹം? അങ്ങനെ ഉറപ്പില്ല, ഡോക്ടറാണ്. അയ്യോ, ഭാവിയിലെ ഡോക്ടറായി മാറട്ടെ. സന്തോഷമായോ? ഹാപ്പിയാണ്. ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്നോ? ഒരെണ്ണം കുറയുന്ന ഒരിതുണ്ടായിരുന്നു. സന്തോഷം. എല്ലാവരും ക്ലാസ്സിൽ ജയിച്ചോ? സംസ്ഥാനത്ത് 2023-2024 SLC പരീക്ഷയുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ 99.69% ഈ വർഷത്തെ വിജയശതമാനം. 4,27,153 കുട്ടികളാണ് ഇക്കുറി പരീക്ഷ എഴുതിയത്. ഇതിൽ 4,25,563 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം ഇക്കുറി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831 കുട്ടികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി വിജയിച്ചിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന വിജയശതമാനം നേടിയിരിക്കുന്നത് കോട്ടയം റവന്യൂ ജില്ലയാണ്. ഏറ്റവും കുറവ് വിജയശതമാനമുള്ളത് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലുമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ A+ നേടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഗൾഫ് മേഖലയിൽ പരീക്ഷ എഴുതിയത് 7 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതിയ 516 കുട്ടികളാണ് വിജയിച്ചിരിക്കുന്നത്. 96.81% ഗൾഫ് മേഖലയിലെ വിജയശതമാനം. സംസ്ഥാനത്തെ ഇക്കുറി SLC പരീക്ഷയിൽ വിജയശതമാനം ഉയർന്നിരിക്കുകയാണ്. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നാണ് പ്രതിനിധി ടിൻഡുദാസ് ചേരുന്നത്. ടിൻഡു, വിശദാംശങ്ങൾ. ദൃശ്യ, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. ഇത്തവണ 99.69% വിജയശതമാനം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലാണ് ഏറ്റവും കുറവ് വിജയമെങ്കിലും കോട്ടൺ ഹിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇവിടെ സമ്പൂർണ്ണ വിജയം അല്ലെങ്കിൽ സമ്പൂർണ്ണ വിജയം കിട്ടാറുള്ള സ്കൂളാണ്. കുട്ടികളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അല്പം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി
കുട്ടി ഇവിടെ എത്തി കുട്ടികളുമായി മധുരം പങ്കുവെച്ച് മടങ്ങിയത്. നമുക്ക് ഇവിടെ ഒരു ഫുൾ A+ കിട്ടിയ ഒരു മിടുക്കി നമുക്ക് പരിചയപ്പെടാം. എന്താ മോളെ പേര്? അഭിനയ. ഫുൾ A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ക്ലാസ്സിൽ എല്ലാവരും ജയിച്ചോ? ക്ലാസ്സിൽ ജയിച്ചു, എല്ലാവരും ജയിച്ചു. ഹാപ്പിയാണ്. എന്താവാൻ ആഗ്രഹം? എനിക്ക് ആസ്ട്രോണോട്ട് ആവാനാണ് ആഗ്രഹം. എന്താ ചെറുതിലേ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുവാണോ? ചെറുതിലേ ഉള്ളത്. സന്തോഷമായില്ലേ? സന്തോഷമായി. മോളുടെ വിജയത്തിൽ എന്ത് തോന്നുന്നു ചേച്ചി? ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്യൂഷൻ സാറൊക്കെ അവൾക്ക് ഫുൾ A+ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സന്തോഷം. എന്താക്കാൻ ആഗ്രഹം? എന്താവണം? അവളുടെ ആഗ്രഹം എന്താണോ അത്, അല്ലാതെ ഞങ്ങൾ നിർബന്ധമൊന്നുമില്ല. അവളുടെ ആഗ്രഹത്തിനൊത്ത് ഞങ്ങളും പോവും, അത്രേ ഉള്ളൂ. ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം. ക്ലാസ്സിൽ എല്ലാവരും ജയിച്ചില്ലേ, അതല്ലേ ഏറ്റവും സന്തോഷമുള്ളത്? അതെ, അത് ജയിച്ചു, അത് വളരെയധികം സന്തോഷമുണ്ട്. ഫ്രണ്ട്സിനെ ജയിച്ചതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. തീർച്ചയായും ദൃശ്യ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കോട്ടൺ ഹിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ക്ലാസ്സിൽ പരീക്ഷ എഴുതി എല്ലാവരും ജയിച്ചിട്ടുണ്ട്. സഹപാഠികൾ എല്ലാവരും ജയിച്ചിട്ടുണ്ട്. ഒരുപാട് മോഹങ്ങളുമായി പുതിയ സ്വപ്നങ്ങളിലേക്കാണ് ഈ കുട്ടികൾ പോകുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ തന്നെ കോട്ടൺ ഹിൽ സ്കൂളിൽ ഒരുപാട് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നില്ല, ഫുൾ A+കളൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഉന്നത വിജയം കരസ്ഥമാക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു രീതി തന്നെയാണ് അവരുടെ പ്രതികരണം. എന്തായാലും സംസ്ഥാനത്ത് SSLC ഫലം പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ തോതിലാണ് വിജയ ശതമാനമെങ്കിലും വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടില്ല. ഏറ്റവും കുറവ് കുട്ടികൾ ജയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ വിജയ ശതമാനമുള്ളത് പാലാ വിദ്യാഭ്യാസ ഉപജില്ലയിലെ റവന്യൂ ജില്ലയിലാണ്. എന്തായാലും എഴുതിയ കുട്ടികളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർ വിദ്യാഭ്യാസത്തിന് യോഗ്യത ലഭിച്ചിട്ടുണ്ട്. നൽകിയത് SSLC പരീക്ഷ ഫലമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 99.69% ഇക്കുറി വിജയ ശതമാനം.